ഫെയിലിയർ വരുമ്പോൾ മാത്രം ആരുടെയെങ്കിലും തലയിൽ വെക്കാൻ പോകുന്ന മനസ്സുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ സഹജ ലക്ഷണം. അപ്പൊ ഈ പോസിറ്റീവിൽ മാത്രമേ ദിവ്യത്വം ഉള്ളൂ, നെഗറ്റീവിൽ ആൾസോ ദിവ്യത്വം ഉണ്ട്. ഇപ്പൊ ഈ ഫാനും ലൈറ്റും ഒക്കെ എന്നെ സ്നേഹിക്കാനോ എന്നെ ഉള്ളതുപോലെ അംഗീകരിക്കാനോ കഴിയാത്ത എന്നെ നാട്ടുകാർ മുഴുവൻ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ദിവ്യത്വം എവിടെ? അതെ, അപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കുറവുകളും കൂടി നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. ഉള്ളതുപോലെ എന്നെ എല്ലാവരും അംഗീകരിക്കപ്പെടണം. ചീത്തയെയും ബാഡിനെയും ഒന്നും ഉൾക്കൊള്ളാൻ വയ്യ, ആരും ഒന്നും എന്നെ പറയരുത്. അതിനുവേണ്ടി ഞാൻ അഭിനയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ പ്രാണശക്തി, എൻ്റെ ഒറിജിനാലിറ്റിയെ ഒരാൾ എവിടെയോ ഇരുന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഈ യൂണിവേഴ്സൽ എനർജി എന്നുള്ള ആ പരമാത്മ ശക്തി, ചൈതന്യ ശക്തി എന്ന പ്രാണശക്തി പ്രപഞ്ചത്തിൽ സർവ്വ ജീവരാശികളിലേക്കും ഒരേപോലെ പ്രവഹിക്കപ്പെടുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിട്ടും ഞാനത് പകർന്നു കൊടുക്കുവാനുള്ള ബുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സംസ്കാരം എനിക്കില്ലായിരുന്നു. സോ ഐ ആം വെരി സോറി മൈ ഡിയർ മണി. ഫെയിലിയർ വരുമ്പോൾ മാത്രം ആരുടെയെങ്കിലും തലയിൽ വെക്കാൻ പോകുന്ന മനസ്സുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ സഹജ ലക്ഷണം. അപ്പൊ അവനിൽ ദിവ്യത്വം ഇല്ലല്ലോ, കോമൺ സെൻസ് നഷ്ടപ്പെട്ടു. നല്ലത് മാത്രം എനിക്ക്. അപ്പൊ ഈ പോസിറ്റീവിൽ മാത്രമേ ദിവ്യത്വം ഉള്ളൂ, നെഗറ്റീവിൽ ആൾസോ ദിവ്യത്വം ഉണ്ട്. ഇപ്പൊ ഈ ഫാനും ലൈറ്റും ഒക്കെ പോസിറ്റീവും നെഗറ്റീവും വയർസ് കലർത്തിയാലല്ലേ. പക്ഷെ പോസിറ്റീവ് മാത്രമാണെങ്കിൽ അത് കത്തില്ല, അത് വർക്ക് ചെയ്യില്ല. പക്ഷെ നമ്മളത് സുഖദുഃഖ സമ്മിശ്രം, അതേപോലെ തന്നെ പ്ലസും മൈനസും ആയിട്ടുള്ള എല്ലാം ഉണ്ട്. എല്ലാത്തിനെയും ഒരേപോലെ അംഗീകരിക്കുവാൻ കഴിവില്ലാത്തവര് എപ്പോഴും നല്ലതിനെ മാത്രം ഉൾക്കൊണ്ട് മറ്റതിനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ തലയിൽ വെച്ച് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി വിഘടിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളിൽ പവർ ഓഫ് ആക്സെപ്റ്റൻസ് ഇല്ല, ഫോർഗിവ്നെസ് ഇല്ല, സഹനമില്ല, ഒന്നുമില്ലല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. നമ്മുടെ ഫോക്കസ് മാത്രം എല്ലാവരും എന്നെ എത്ര നന്നായിട്ട് തിരിച്ചറിയുന്നു, എൻ്റെ നന്മകൾ അവർ എത്രയധികം അംഗീകരിക്കുന്നു, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനാവണം എന്നല്ലാതെ എൻ്റെ ഒറിജിനൽ അവരെന്നെ ഇഷ്ടപ്പെടണമെന്നല്ലാതെ എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ പ്ലസിനെയും മൈനസിനെയും ഞാൻ അംഗീകരിച്ചുകൊണ്ടുള്ള എൻ്റെ സെൽഫ് ലവ് ആണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്. എന്നെ സ്നേഹിക്കാനോ എന്നെ ഉള്ളതുപോലെ അംഗീകരിക്കാനോ കഴിയാത്ത എന്നെ നാട്ടുകാർ മുഴുവൻ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ദിവ്യത്വം എവിടെ? അതെ, അപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കുറവുകളും കൂടി നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. ഉള്ളതുപോലെ എന്നെ, എൻ്റെ ലോഭങ്ങളെയും എൻ്റെ ദിവ്യത്വങ്ങളെയും എല്ലാം ഉള്ളതുപോലെ ഞാൻ തന്നെ അംഗീകരിക്കാൻ എനിക്ക് വയ്യ. നാട്ടുകാർ മൊത്തം എന്നെ അംഗീകരിക്കണം പോലും. അതിനുവേണ്ടി ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്ന പ്രാണശക്തി, പ്രയത്നങ്ങൾ, അവൻ ലോസ് ആയിക്കൊണ്ടിരിക്കുക. അവൻ്റെ ദിവ്യത്വത്തിലേക്കുള്ള യാത്ര മുടങ്ങുന്നത് എന്നെ എല്ലാവരും അംഗീകരിക്കപ്പെടണം. ചീത്തയെയും ബാഡിനെയും ഒന്നും ഉൾക്കൊള്ളാൻ വയ്യ, ആരും ഒന്നും എന്നെ പറയരുത്. അതിനുവേണ്ടി ഞാൻ അഭിനയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ പ്രാണശക്തി, എൻ്റെ ഒറിജിനാലിറ്റിയെ മൂടി വെക്കാൻ വേണ്ടി എത്ര പ്രാണശക്തിയാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്. ബലൂണിനെ പോലെ അത് പൊട്ടിപ്പോരേണ്ടതാ. അതെ, അപ്പൊ ഇതിനൊരു എൻഡ് ഉണ്ടോ? എവിടെയെങ്കിലും പോയി ഒന്ന് പൊട്ടിത്തെറിക്കുന്നു? തീർച്ചയായിട്ടും. നമ്മൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ പഠിപ്പിക്കാൻ നേച്ചർ എപ്പോഴും റെഡി ആയിട്ടുണ്ടാവും. പഠിപ്പിക്കുക, അതായത് നമ്മൾ പഠിക്കാനാണ് ഈ ഭൂമി എന്ന പാഠശാലയിൽ ഈ ശരീരം എടുത്ത് വന്നിട്ടുള്ളത് മോളെ. പഠിക്കാൻ തയ്യാറല്ല. വല്ലവരും പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ മക്കളോ മരുമക്കളോ നാട്ടുകാരോ സുപ്പീരിയർ ഓഫീസേഴ്സോ സബോർഡിനേറ്റ്സോ കൊളീഗ്സോ ആരെങ്കിലുമൊക്കെ നമ്മളെ പഠിപ്പിക്കും. നമുക്കത് ഒരു ട്രിഗർ ചെയ്യും അവര്. അപ്പൊ മാത്രം അപ്പോഴും അവിടെ നമ്മൾ ചെയ്യണം എന്താ? പഠിക്കാൻ ഞാൻ തയ്യാറല്ല. അവിടെ നമ്മൾ പഠിച്ചില്ല, നമ്മൾ ആർഗ്യൂ ചെയ്തു, കേസ് കൊടുത്തു, നമുക്കായിട്ടൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓഹോ, ഇത്രയും കുറച്ച് പണിഷ്മെന്റ് തന്നിട്ട് പഠിക്കാന്ന് വിചാരിച്ചു, ഇനിയും പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് വലിയൊരു സ്പീഡ് ബ്രേക്ക് തന്നിട്ട് കിടത്തിയിട്ടോ അനങ്ങാൻ പറ്റാതെ ഇരുത്തിയിട്ടോ മഹാരോഗങ്ങൾ തന്നിട്ടോ. അപ്പൊ പിന്നെ ആരുടെ കുറ്റം പറയാനാ മോളെ? പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സെൽഫ് ബ്ലെയിം ഒരുപാട് എടുക്കുന്ന ആൾക്കാരില്ലേ, ചുറ്റുമുള്ള ആരെന്ത് ചെയ്താലും ഞാൻ കാരണമെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു സൈഡും കൂടി ഉണ്ട്. അപ്പോഴും ഇവരെ ക്രൂശിക്കുകയാണ്. ഈ ബോഡി എന്താണ്? ഞാൻ നശിച്ചൊരു ജന്മം, എനിക്കെന്തിനാ ഇത്രയും കഷ്ടപ്പാട്, ഞാൻ വെറുക്കപ്പെട്ടവൾ, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എന്ത് ചെയ്താലും ആരും അംഗീകരിക്കില്ല. വാട്ട് ഡു യു ക്രിയേറ്റ് ബേബി? നീ എന്തിനാ പ്രാണശക്തി നൽകുന്നത്? ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നീ ഭാവത്തിലൂടെ, വാക്കിലൂടെ, തോട്ട്സിലൂടെ, നിന്റെ പ്രവൃത്തിയിലൂടെ, നിന്റെ കർമ്മ പദത്തിലൂടെ നീ എന്താണ് ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്? വാട്ട് യു ഗിവ്? എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയല്ല, ചെറുപ്പം മുതൽ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഇതൊക്കെ ആരാ കേൾക്കുന്നത്? ഈ ബോഡിയിലെ 100 ട്രില്യൺ സെൽസ് മെമ്മറിയിലേക്ക് നമ്മൾ എവറി ഡേ ഞാൻ ശപിക്കപ്പെട്ടവളാ, എനിക്ക് ഒരു യോഗ്യതയും ഇല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ഞാനാണ്. ഇതല്ല സെൽഫ് ലവ്. അങ്ങനെ സംഭവിച്ചു, എനിക്ക് ഈ രോഗം വരാനുള്ള കാരണം എൻ്റെ കഴിവുകേട്, അല്ലെങ്കിൽ ഞാൻ അറിയാതെ നിനക്ക്, അതായത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ ഓടി നടക്കുന്ന
എന്നെ റെസ്പെക്ട് ചെയ്യാനുള്ള കോമൺ സെൻസ് എനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ആ തിരിച്ചറിവ് എനിക്ക് ഇല്ലാതെ പോയത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഐ ആം വെരി സോറി മൈ ഡിയർ ബോഡി, ഐ ആം വെരി സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അരേ ഇതിനും ഇന്ന് ഞാൻ ഈ ശാരീരികമായിട്ടുള്ള അനുഭവിക്കാനുള്ള ഈ വേദനകൾക്കും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാനുള്ള ഈ പ്രസ്തുത പരിസ്ഥിതികൾക്കും കാരണക്കാരി ഞാനാണ്. ഞാനതിനെ 100% സത്യസന്ധമായിട്ട് ഞാനതിനെ അംഗീകരിക്കുന്നു മൈ ഡിയർ. ഐ ആം വെരി സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നമ്മളോട് നമ്മൾ പറയുമ്പോൾ അവിടെ ഹീലാവുന്നത് നമ്മുടെ ഇന്നർ സെൽഫ്. നമ്മൾ ഹീലായിക്കൊണ്ടിരിക്കുക. ഇതിന് കുറച്ച് സമയം നിരന്തരം അതിനു വേണ്ടിയിട്ട് നമ്മൾ കക്കൂസ് പോയിരിക്കുമ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. ചെയ്യുക ഹീലിംഗ് പ്രോസസ്സ്. ഒരാൾ എവിടെയോ ഇരുന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഈ യൂണിവേഴ്സൽ എനർജി എന്നുള്ള ആ പരമാത്മ ശക്തി, ചൈതന്യ ശക്തി എന്ന പ്രാണശക്തി പ്രപഞ്ചത്തിൽ സർവ്വ ജീവരാശികളിലേക്കും ഒരേപോലെ പ്രവഹിക്കപ്പെടുമ്പോൾ ആ ദൈവശക്തി ആരുടെയും പ്രൈവറ്റ് സ്വത്തല്ല, ആരുടെയും തറവാട്ട് സ്വത്തല്ല, അത് ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. ഇതാണ് റിയൽ ഹീലിംഗ്. യു ആർ ആൾസോ ഗോഡ് ബാബാ, യു ആർ ആൾസോ കോ ക്രിയേറ്റർ ബാബാ. നീ അത് ചെയ്യാൻ പറ്റും, നിനക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. നിന്നെ ഹീൽ ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ നിന്നേക്കാൾ വലിയൊരു ഹീലർ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. എന്നുവെച്ചാൽ നിന്റെ ഉള്ളിലുള്ള ശക്തിയും എൻ്റെ ഉള്ളിലുള്ള ശക്തി ഒന്നാണ്. നമുക്കെല്ലാം ഈ പ്രപഞ്ചം ഒരേപോലെ അത് തന്നിരിക്കുന്നത്. പക്ഷെ നിനക്കത് അറിയില്ല. ഹൗ ടു ഡീൽ, ഹൗ ടു യൂട്ടിലൈസ്, അത് നിനക്ക് അറിഞ്ഞൂടെ. ഇപ്പം അറിഞ്ഞോ? നീ നിന്നെ സ്നേഹിക്കുക, ജസ്റ്റ് അംഗീകരിക്കുക. ഈ നഷ്ടത്തിന് കാരണം ഞാനാണ്, എൻ്റെ ആലോചന കുറവാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവക്കുറവാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ അത്യാർത്ഥിയാണ്, എൻ്റെ അത്യാഗ്രഹമാണ്, ഞാനിത് അംഗീകരിക്കുന്നു. ഓ മൈ ഡിയർ മണി, ഞാൻ നിന്നെ ദുർവിനിയോഗം ചെയ്തു പൊന്നേ. ഞാൻ നിന്നെ സദ്വിനിയോഗം ചെയ്തില്ല, നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിട്ടും ഞാനത് പകർന്നു കൊടുക്കുവാനുള്ള ബുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സംസ്കാരം എനിക്കില്ലായിരുന്നു. സോ ഐ ആം വെരി സോറി മൈ ഡിയർ മണി, ഐ ആം വെരി സോറി മാ. എൻ്റെ വിശ്വാസ വ്യവസ്ഥകൾ ചെറുപ്പം മുതലേ അമ്മയും അച്ഛനും പറഞ്ഞു, എന്താ കാശ് മരങ്ങൾക്കല്ല കായ്ക്കുന്നത്, എല്ലാം പണക്കാർ മാത്രം അങ്ങനെയൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അവരൊക്കെ മറ്റുള്ളവരെ കട്ടിട്ടും കൊല ചെയ്തിട്ടും മറ്റുള്ളവരെ പറ്റിച്ചിട്ടൊക്കെ സമ്പാദിക്കുന്നതാ. ഇങ്ങനെ നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു മൈ ഡിയർ മണി. ഐ ആം വെരി സോറി മാ. നീ എല്ലാവർക്കും അവൈലബിൾ ആണ്. നീ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അനന്തമായി അതിസരളമായി പ്രവേശിക്കുവാൻ കഴിവുള്ള അനന്തശക്തിയാണ്. പക്ഷെ എൻ്റെ ബിലീഫ് സിസ്റ്റം, എൻ്റെ അറിവില്ലായ്മ, എനിക്ക് നിന്നോടുള്ള കോപം, എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും എനിക്ക് നിന്നോടുണ്ടായ വെറുപ്പാണ് എൻ്റെ ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കാതെ ഷട്ടറിട്ട് അടച്ചത്. ഐ ആം ദി ക്രിയേറ്റർ. എൻ്റെ ജീവിതത്തിലേക്ക് നീ വരാൻ എപ്പോഴും റെഡിയായിരുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങളും കുഞ്ഞുനാൾ മുതൽ കുറച്ച് മെല്ലെ ആണെങ്കിലും സാധിച്ചത് നിന്നിലൂടെയായിരുന്നു. പക്ഷെ എൻ്റെ വിശ്വാസ വ്യവസ്ഥ അതിനെ അംഗീകരിക്കാൻ പ്രാപ്തമല്ലായിരുന്നു. ഞാനതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു പരിസ്ഥിതികളിലൂടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതാണ് ഞാൻ കേട്ടത്. പണമുള്ളവർക്ക് മാത്രം, അത് എല്ലാവർക്കും ഒന്നും പണം പറ്റില്ല, ഒരുപാട് കഷ്ടപ്പെട്ടാലേ കിട്ടൂ. ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റം കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്കുള്ള നിന്റെ സരളമായ ഒഴുക്കിനെ തടഞ്ഞത് കേവലം ഈ പ്രപഞ്ചത്തിൽ ഞാൻ മാത്രമാണ്. സോ ഐ ആം വെരി സോറി മൈ ഡിയർ മണി, പ്ലീസ് ഫോർഗിവ് മീ മാ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നെക്കുറിച്ചുള്ള ദിവ്യമായിട്ടുള്ള നോളജ് എനിക്ക് ലഭിച്ചതിന് ഐ ലവ് യു, താങ്ക് യു, ബട്ട് ഐ ആം വെരി സോറി, പ്ലീസ് ഫോർഗിവ് മീ എന്ന് അതിനെ ഉമ്മ വെച്ച്, അതിനെ കണ്ണിനോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് അതിനോട് ക്ഷമ ചോദിച്ച് സിൻസിയറായിട്ട് ഇനി ഒരിക്കലും ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൂൾസ് പാലിക്കണം. ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ മണിയെ വിമർശിക്കാൻ പാടില്ല. ഓക്കെ, അതിനുവേണ്ടി ഒരു പൂജയും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ ഹൃദയത്തോട് ചേർത്ത് അതിനെ ഒരു മണി മാഗ്നറ്റ് ആയിട്ട് നമ്മൾ അത് പേഴ്സിൽ 50 രൂപയോ 500 രൂപയോ അതിനെ ആ സ്നേഹത്തോട് കൂടിയിട്ട് പ്രോസസ്സ് ചെയ്തതിനെ വെച്ചാൽ മതി. എത്ര മിറാക്കിൾസ് സംഭവിക്കാറ്. VMC മലയാളത്തിൽ മണി ഹീലിംഗ് പ്രോസസ്സിലൂടെ 1 രൂപ പോലും VMC മലയാളം ഫീസില്ല, എല്ലാം സൗജന്യമാണ്. എത്രയോ പേർക്ക് ഫണ്ടുകൾ വന്നു, എത്രയോ പേർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറി. അത് അവരുടെ ക്രെഡിറ്റാ. സീമ സുഭാഷ് ഞാൻ അറിഞ്ഞത് പകർന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് സത്യസന്ധമായി ചെയ്തത് അവരാണ്. അവരുടെ കഴിവ് കൊണ്ട് സീമ സുഭാഷ് VMCയിലൂടെ ഇരുന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് പണി കിട്ടി. നോ 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 നോ, അവരുടെ ക്രെഡിറ്റ്, അവരുടെ ടാലന്റ്, അവരിലെ ശ്രദ്ധ, അവരിലെ സത്യസന്ധത, അവർ ക്ഷമ ചോദിക്കുന്നതിലെ സിൻസിയാരിറ്റി, കാരണം അവർക്ക് കിട്ടിയത്. സീമ സുഭാഷ് എന്നുള്ളതൊരു കാരണം.
എൻ്റെ അറിവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞതാ. ഭാരരഹിതമാവ്, അറിഞ്ഞ അറിവെല്ലാം ഒരിക്കലും വിൽക്കാതെ, ഒരിക്കലും ഈ പണം കൊടുത്തിട്ട് ഇത് ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ജീവിതശാസ്ത്രം, കൗൺസിലിംഗ് ഒന്നുമല്ല. അറിഞ്ഞ ആരെങ്കിലും തരുന്നത് മാത്രം നിന്റേതാണെങ്കിൽ, പൂർവ്വജന്മത്തിൽ നീ കൊടുത്തിട്ടതാണെങ്കിൽ അത് നിന്നെ തേടി വരും. അത് മാത്രം സ്വീകരിക്കുക. അല്ലാതെ ഇത് പൈസ, ജോയിനിങ് ഫീസ് എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു കർമ്മബന്ധം എന്നുള്ളത്, പിന്നെ ആ കെട്ടുകൾ അഴിക്കാൻ വീണ്ടും വീണ്ടും പുനരഭിജനനം വീണ്ടും വീണ്ടും ആ കർമ്മചക്രത്തിൽ കിടന്ന് അലയേണ്ടി വരും. അപ്പൊ ഇതാണ് യഥാർത്ഥ ഹീലർ. എന്താണെന്നറിയോ? അരേ, നീ എൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ എൻ്റെ അറിവുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇതിനെ സമ്പൂർണമായി വിനിയോഗിക്കാനുള്ള ബാധ്യത, ശക്തി, സ്ഥിതി നിന്റെ ഉള്ളിൽ 100% ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കലാണ് യഥാർത്ഥ ഹീലർ. അരെ, ഞാൻ എന്ത് ചെയ്യും? നീ, അതായത് നമ്മളെ ആശ്രയിച്ചു വരുന്നവരെ, നീ നിന്റെ ആത്മശക്തിയെ ആശ്രയിക്ക്, നീ നിന്റെ പ്രാണശക്തിയെ ആശ്രയിക്ക്, നിന്റെ ഉള്ളിലുള്ള ദൈവത്വത്തെ ആശ്രയിക്ക്, പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്ക്, നിനക്ക് ലഭിച്ചിരിക്കും. ത്രികരണ ശുദ്ധിയോടുകൂടി നീ അത് ചെയ്യ് എന്ന് പറഞ്ഞ് ആ ബാധ്യതയെ, ആ സ്വർണ്ണത്താക്കോൽ സ്വയം അവരുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ച് ചെയ്താൽ ലഭിച്ചിരിക്കും. ഇത് ശരിയായ പ്രോസസ്സ്, നിന്റെ വീട്ടിൽ പോയിരുന്ന് ചെയ്തോ എന്ന് പറയുന്നവൻ യഥാർത്ഥ ഹീലർ. എന്നുവെച്ചാൽ എനിക്ക് എങ്ങനെയാണോ സാധിച്ചത് നിങ്ങൾക്കും ഇത് സാധിക്കും എന്നുള്ള അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടങ്ങുന്ന, അല്ലെങ്കിൽ അവർ മറന്നുപോയ കാര്യത്തെ ഓർമ്മിപ്പിക്കുക എന്ന ഡിവൈൻ ഡ്യൂട്ടി മാത്രമേ നമ്മൾ ചെയ്യാവൂ. അതെ, ഇപ്പൊ ഈ ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഈ റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ. അതിനുശേഷം നമ്മൾ ക്ഷമ ചോദിക്കുക. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖം വന്നു. ഇപ്പൊ എനിക്ക് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നമ്മൾ ദമ്പതിമാർക്ക് എന്തെങ്കിലും പ്രശ്നം വരും, അല്ലെങ്കിൽ ലവേഴ്സിന് പ്രശ്നം വരും, അല്ലെങ്കിൽ പാരന്റ്സിനും മക്കൾക്കും വരും, മക്കൾക്കും പാരന്റ്സിനും വരും. ഇതാണ് റിലേഷൻഷിപ്പ്. മാതാപിതാക്കളും മക്കളും, ഭാര്യയും ഭർത്താവും, ലവേഴ്സ്, അങ്ങനെയുള്ള റിലേഷൻസ് ഉണ്ടല്ലോ, കുടുംബം. അല്ലെങ്കിൽ നമ്മൾ കൊളീഗ്സ്, നമ്മുടെ സബോർഡിനേറ്റ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സ്. നമ്മളെ ആരാണോ നമ്മളെ വേദനിപ്പിക്കുന്നത്, നമ്മളെ ടോർച്ചർ ചെയ്യുന്നത്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ അല്ലെങ്കിൽ പരീക്ഷണമോ തരുന്നത്, അവർ നമ്മൾ പൂർവ്വജന്മത്തിൽ പഠിക്കാത്തൊരു പാഠം നമ്മളെ പഠിപ്പിക്കുക. അവർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ആ വ്യക്തിയെ ഈ സമയത്ത് എന്നെ ഈ തരത്തിൽ എനിക്ക് പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ സോളിൻ്റെ ഡിവൈൻ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നത്, ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ക്രാഷ് സംഭവിക്കുന്നത്, ആ പെയിൻസ് അനുഭവിക്കുന്നത്. കൊടുത്ത പെയിനാണ് കിട്ടുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ ഊഹിച്ചിട്ട് ആ വ്യക്തിയോട് പക, വൈരാഗ്യം, വിദ്വേഷം ഇല്ലാതെ ജസ്റ്റ് സൂക്ഷ്മമായിട്ട്, ഓ മൈ ഡിയർ ഫ്രണ്ട്, നീ എന്നെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ട്. നീ എന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്കത് ബെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ എത്ര തന്നിട്ടുണ്ടാവും? ഞാൻ വിതച്ചത് എത്രയായിരിക്കും? ആ വിതച്ചതിൻ്റെ ഈ ജന്മത്തിൽ നമ്മൾ കുറച്ചേ അനുഭവിക്കുന്നുള്ളൂ. പക്ഷെ ആ ജന്മത്തിൽ പരിപൂർണമായിട്ട് നിനക്ക് തന്നപ്പോൾ എത്ര നീ സഫർ ആയിട്ടുണ്ടാവും. ഐ ആം വെരി സോറി, പ്ലീസ് ഫർഗീവ് മീ, എന്നോട് ക്ഷമിക്കണേ എൻ്റെ പൊന്നെ എന്ന് നമ്മൾ ഹൃദയപൂർവ്വം പറഞ്ഞിട്ട്, എന്നോട് ക്ഷമിക്കപ്പെടാൻ, താങ്കളിലൂടെ ഞാൻ ക്ഷമിക്കപ്പെട്ടാൽ മാത്രമേ എനിക്കും സമാധാനം ഉണ്ടാവുള്ളൂ. എന്നോട് ക്ഷമിക്കുന്നതിലൂടെ മാത്രമേ താങ്കൾക്കും ആത്മീയ ഔന്നത്യം ഉണ്ടാവുള്ളൂ, അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഈ പകാദേശത്തിലൂടെ താങ്കളുടെയും പ്രാണശക്തി നഷ്ടപ്പെടുക, താങ്കളിലൂടെ അത് അനുഭവിക്കണം എന്നുള്ള സഫറിങ്സിലൂടെ എൻ്റെയും പ്രാണശക്തി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും സോൾ എവല്യൂഷൻ, അതായത് പ്രഗതി, അതായത് ആത്മീയ അഭിവൃദ്ധി എന്നുള്ളത് ഈസി ആയിട്ട് സംഭവിക്കുന്നില്ല, മെല്ലെ സംഭവിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് ക്ഷമിക്കപ്പെട്ട് ക്ഷമ ചോദിച്ച് നന്ദിയോട് കൂടിയിട്ട് നമുക്കത് ഹീൽ ചെയ്യാം. ഞാൻ താങ്കളുമായിട്ടുള്ള ഈ ഇഷ്യൂ ഹീൽ ചെയ്യാൻ റെഡിയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാമോ? എങ്ങനെ? നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ആ വ്യക്തിയെ സങ്കല്പിച്ചിട്ട് ചോദിക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യാമോ? താങ്കളുടെ കോപം, താങ്കളോടുള്ള എൻ്റെ വെറുപ്പ്, ഇതൊക്കെ എനിക്ക് ഹീൽ ചെയ്യണമെന്നുണ്ട്. ഞാൻ അതിന് വളരെ സത്യസന്ധമായിട്ട് ഞാൻ റെഡി ആയിരിക്കണു. എന്നെ ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? എന്നാൽ താങ്കൾക്ക് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ, താങ്കൾ എന്നെ പറഞ്ഞതിന് ഒരുപാട് വെറുക്കുകയും വിദ്വേഷത്തിലൂടെ ഞാനും ഒരുപാട് നെഗറ്റീവ് എമോഷൻസ് ഈ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് താങ്കളെക്കുറിച്ച്. മറ്റുള്ളവരോട് 1 പകരം 10 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം എന്നോട് എൻ്റെ പിന്നെ പൊറുക്കണേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, പിന്നെ താങ്കൾ എന്നെ ക്ഷമിക്കുന്നതിലൂടെ താങ്കൾക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ, താങ്കൾ ഇനി ഉത്തമോത്തമ സ്ഥിതിയിൽ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഞാൻ പരിപൂർണമായി ആഗ്രഹിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട് എന്ന് സിൻസിയറായിട്ട് നമ്മൾ പ്രെയർ ചെയ്ത് അവരോട് ഫൊർഗീവ്നെസ്, സോറി ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എനർജി ഡയറക്റ്റ് ആയിട്ട് അവരുടെ സോളിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നത്.